പ്രേമികളെ, ആൾ കേരള പിച്ചച്ചട്ടി യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഫുട്പാത്ത് പ്രദേശ് ഡ്രാമയും ബാലയും കൂട്ടിക്കുഴച്ചൊരുക്കുന്ന ഒരു പുതിയ കലോപലഹാരമാണ് ഈ ഡ്രാലെ. ഈ ഡ്രാലയുടെ പേര് പാഞ്ചാലി സ്വയം മാരേ. ഇതിലെ പിച്ചപാത്രങ്ങളും കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും. സംഗീതം വയറ്റത്തടി വാസവൻ. ഗായകർ ഊമവേലായുധൻ ആൻഡ് പൊട്ടി ഭാർഗവി. മേക്കപ്പ് ലപ്രസി ലംബോദരൻ. വസ്ത്രാലങ്കാരം കുളിക്കാത്ത കുഞ്ഞപ്പൻ. രംഗപടം അൽകുൽത്തു സുജാതൻ. നിർമ്മാണം പെറുക്കി വറുക്കി. പിച്ചക്കാരൻ പപ്പച്ചൻ. ആദ്യത്തെ അമ്മ എന്ന സൈറം മുഴങ്ങുമ്പോൾ ഈ മൈതാനത്തുള്ള എല്ലാ അലവലാതി വിളക്കുകളും അടച്ചു തരേണ്ടതാണ്. രണ്ടാമത്തെ അയ്യാ എന്ന സൈറൻ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. മൂന്നാമത്തെ എന്ന സൈറനിൽ റാലി ആരംഭിക്കുന്നു. കുളിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തുണി നനക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, സോപ്പും ഷാമ്പുവും തേച്ചു കുളിച്ച് സ്മെല്ല് കളയാൻ മനസ്സില്ല, സ്മെല്ല് കളയാൻ മനസ്സില്ല. പാഞ്ചാല രാജ്യത്ത് പാഞ്ചാലിയുടെ ഡാഡി കിന്ദ്രുപതിനിതാ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എഴുന്നള്ളുന്നേ. അമ്മ ആരെവിടെ? അയ്യാ ഞാനിവിടെ. താനെവിടെ? ഞാനിവിടെ. വാടോ എവിടെ? വന്നു. എന്റെ വടി എവിടെ? വടി ഇവിടെ. അതിന്റെ പിടി എവിടെ? പിടി ഇവിടെ. ബെല്ലെവിടെ? ബെല്ല് കൂടെ. എടോ ഫടോ. എടോ പോടോ എന്ന് വിളിച്ചാലുണ്ടല്ല, രാജാവാണെന്ന് ഞാൻ നോക്കൂല, കയ്യിലിരിക്കണ കുന്തം കൊണ്ട് ഞാൻ കുത്തും. എടോ പോടോ എന്നല്ലടോ, സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ എടോ ഫടോന്ന്. എടോ ഫടോ, നമ്മുടെ മകള് പാഞ്ചാലിക്ക്. നമ്മുടെ മകൾ പാഞ്ചാലിക്ക് സംഗതി സത്യമായിരിക്കും. പക്ഷെ നാട്ടുകാർ കഴിച്ചാൽ എന്ത് വിചാരിക്കും? നമ്മുടെ മകൾ പാഞ്ചാലിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരൊറ്റ തെണ്ടിക്ക് പോലും നമ്മൾ വിചാരിക്കുന്ന യോഗ്യതയില്ലല്ലോടോ. യോഗ്യത ഉള്ളവർ ഇവിടെ കുന്തവും പിടിച്ച് നിക്കണ്, അത് കാണാൻ തെണ്ടിക്ക് കണ്ണുണ്ട്. അല്ല, യോഗ്യത ഉള്ളവരൊക്കെ വന്നിട്ട് കുന്തവും വിഴുങ്ങി പോയെന്ന് പറഞ്ഞതാണ്. കേട്ട് കേട്ട പേട പേട. ആരാണത്? പ്രഭോ, ഓ, നമ്മുടെ മകള് പാഞ്ചാലിയുടെ സ്വയം മാരേജിന് വന്ന വാനരന്മാരാ. വാനരന്മാരാ? അല്ല, വരന്മാരാ. വരന്മാര് ആരാണെന്ന് നോക്കാം. നോക്കിട്ട് വരാ. പ്രഭോ, പാണ്ഡവന്മാരാ. പാണ്ഡവന്മാരാ? നോ. യെസ്. പാണ്ടുള്ള ഒരൊറ്റ തെണ്ടിക്ക് പോലും എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല. നോ. എന്തിനാണ് ഈ നോ? വെറുതെ ഒരു നോ. പ്രഭു, പാണ്ഡവരെന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവരെന്നർത്ഥം. ഓ, പഞ്ചപാണ്ഡവർ. ഇത് രണ്ടരയല്ലേ ഉള്ളു, താത്തിയിട്. എങ്കിൽ ആരാണെന്ന് നോക്കി ഓരോരുത്തരെ കടന്നു വരാൻ പറയൂ. ഓരോരുത്തരായി കമാൻ. നാട് വിട്ട് കള്ളവണ്ടി കേറി വന്ന ഊരുതെണ്ടി ധർമ്മക്കാരൻ ധർമ്മജന്റെ ധർമ്മപുത്രരായി. അയ്യേ, അതെന്താണ്? കുതിരപ്പുറത്താ വന്നത്. അപ്പൊ സ്റ്റാൻഡ് ഇട്ടതാ? കുതിരക്ക് സൈക്കിളിന്റെ ബോഡി കയറ്റിയൊക്കെയാണ്. പ്രഭോ, എന്തോ? ആ പാഞ്ചാലി ഒന്ന് കാണാൻ പറ്റുമോ? പാഞ്ചാലിനെയാ? ഈ വലിയ കൊലക്കല് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാ പോരെ? കണ്ടാ കൊള്ളായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മതി. ഓക്കെ, അടുത്ത ആള് കടന്നു വരട്ടെ. എല്ല് പോലെയാണ് രൂപം, എന്നാൽ പോലും മസില് പൊക്കി ഭീമനായി മാറിടുന്നു എല്ലൻ സോമനും. ഇയാക്കെന്നാ മുമ്പിലും പിമ്പിലും ഗതയാ. ഭീമനാ. ഈ ഗതയുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പുറകിലൊരു ഗത. അടുത്ത ആള് കടന്നു വരട്ടെ. വന്നോട്ടെ. തല്ല് കേസിൽ പെട്ട് പണ്ട് പല്ല് പോയി എല്ലൊടിഞ്ഞ് വില്ല് പോലെയായ മല്ലൻ അർജുനനായി.
അതാരാണ്? അർജുനൻ താമരയുടെ സ്വഭാവക്കാരനാ. താമരയുടെ സ്വഭാവം? അതെ, 24 മണിക്കൂറും വെള്ളത്തിലാ. അടുത്ത ആള് കടന്നു വരട്ടെ. നകുലനായി വേഷമിടും തെണ്ടക്കാരൻ തെണ്ടുൽക്കർ നിന്ന നിമില് 100 അടിച്ചാൽ പിമ്പിരിയാകും. അയ്യേ, ഇതെന്താണ്? ഇപ്പൊ പോയത് വാള്, വന്നത് നകുലൻ. നകുലാമ്പലിന് വിളിക്കും. നകുല ആമ്പല? അതെ, അതും 24 മണിക്കൂർ വെള്ളത്തിലാ. പഞ്ചപാണ്ഡവന്മാര് 4 പേരുള്ളൂ, 5 പേരുണ്ടാവില്ല. വരും വരും. അടുത്ത ആള് കടന്നു വരട്ടെ. ബച്ചനെന്ന് പേരിട്ടിട്ടും കൊച്ചനായി നിന്ന് പോയ പിച്ചക്കാരൻ കൊച്ചനിയൻ പാഞ്ഞു വരികയാ. എവിടെ കാണുന്നില്ലല്ല. വരും വരും. അതേ, പഞ്ചപാണ്ഡവരെന്ന് പറഞ്ഞിട്ട് ഇത് 4 പാണ്ഡവന്മാരിലുള്ളൂ. ഇത് 4 പഞ്ചപാണ്ഡവരും 1 പിഞ്ചു പാണ്ഡവനും. ഇത് പാണ്ഡവരുടെ തയ്യ. വളർച്ച കുറവാണല്ലോ, വളമൊന്നും ഇട്ട് കൊടുക്കണില്ലേ? 2 നിങ്ങളൊക്കെ സ്വയം മാരേജിന് തയ്യാറായി വന്നവരാണല്ലേ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. രാജ്യം? 0. അങ്ങനെ ഒരു രാജ്യമുണ്ടോ? ആദ്യം രാജ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ 0. ഓഹോ. നിങ്ങളുടെ അമ്മ? അത് സിനിമാ താരങ്ങളുടെ ഒരു സംഘടനയല്ലേ? ആ അമ്മയല്ല ഞാൻ ചോദിച്ചത്. അമ്മ ഞങ്ങളുടെ അമ്മ കുന്തി. ഇയാൾ ആരാണ് ഉന്തിയത്? പ്രഭു, ആരും ഉന്തിയതല്ല, ഞങ്ങളുടെ അമ്മയുടെ പേര് കുന്തി. കുന്തി. അമ്മയുടെ പേര് കൂയില് തുടങ്ങി നന്നായി, ചായയിലാറ്റ തുടങ്ങി. അടിക്കല്ല അവിടെ. നിങ്ങളുടെ അച്ഛൻ? ഞങ്ങൾ 5 പേർക്കും 5 അച്ഛന്മാരാണ്. 5 fathers. അമ്മയ്ക്ക് എന്താ സെമിനാരിയിലാണോ പണി? വേണ്ട വേണ്ട. അടിച്ചു തകർക്കട്ടെ ചേട്ടാ, ഞാൻ ഇവന്റെ വേൾഡ് സെന്റർ. നമ്മുടെ കൊട്ടാരത്തിൽ വന്ന് നമ്മുടെ വേൾഡ് സെന്റർ തകർക്കാനാ. അവന്റെ പെൻഡകം ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഞാൻ പറയാം. ഞങ്ങളുടെ അമ്മ ഓരോരോ ദേവന്മാരെ മനസ്സിൽ ഓർത്തപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുണ്ടായി. മനസ്സിൽ ഓർത്തപ്പോ തന്നെ ഫാമിലി ഉണ്ടായിരുന്നു. അതെ അതെ, ഈ ഓർത്തഡോക്സ് ഫാമിലി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവര്. സൈലൻസ്. ഞങ്ങളുടെ അമ്മ യമധർമ്മദേവനെ മനസ്സിൽ ഓർത്തപ്പോൾ യുധിഷ്ഠിര ചേട്ടനുണ്ടായി. പിന്നീട് അമ്മ ഭീമേട്ടനെ പ്രസവിച്ചത് ഭീമാ ജ്വല്ലറിന്റെ ഉടമേനെ ആലോചിച്ചപ്പോഴായിരിക്കും. അല്ല, വായുദേവനെ. ഓഹോ. അപ്പൊ ഈ ശരീരം നിറച്ച് ഗ്യാസ് ആണല്ലേ? എന്താ പുതിയൊരു കണക്ഷൻ വേണോ? വേണ്ട, ഞങ്ങള് കരിയടപ്പിലാണ് പാകം ചെയ്യാറ്. അടിച്ചു തകർക്കട്ടെ ചേട്ടാ, ഞാൻ ഇവന്റെ തലവണ്ട. അടങ്ങ് ഭീമ, അടങ്ങ്. ഇല്ലെങ്കിൽ നടുവേലങ്ങും. ഓടാ. ഇനി ഞാനൊന്ന് പറയാം. എവിടെ ശബ്ദം? ഇവിടെ ഞങ്ങളുടെ അമ്മ ഇന്ദ്രനെ മനസ്സിൽ ഓർത്തപ്പോഴാണ് ഇന്ദ്രൻസ് ഉണ്ടായത്. അല്ല, ഈ നിൽക്കുന്ന അർജുനൻ ചേട്ടൻ ഉണ്ടായത്. ആണോ? അപ്പൊ നകുലന? അതമ്മ ആരെ ഓർത്തെന്ന് അമ്മ തന്നെ മറന്നുപോയി. ആണ്. അപ്പൊ നകുലന്റെ അച്ഛന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് പേര് എഴുതും? തൽക്കാലം എൻക്വയറി എഴുതിക്കോ. എൻക്വയറി? അന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഇത് ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഉണ്ടായത് അമ്മ മനസ്സിൽ ചൊറിത്തവളനെ വിചാരിച്ചപ്പോഴായിരിക്കും. അതെ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നാലുണ്ടല്ലോ കാക്ക ഒത്തിക്കൊണ്ടു മറിച്ചിട്ട് ഞാനൊന്ന് ഗുണിച്ചാലുണ്ടല്ലോ നിന്റെ ശിഷ്ടം പോലും ബാക്കിയാണല്ലേ ശാപമേ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ. ജനിച്ചു എന്ന് പറഞ്ഞു, വളർന്നു നാറ്റെ പറഞ്ഞാല് കുത്തിയാൻ കാക്കിട്ട് കൊടുക്കും തെണ്ടി. വളർന്നു. അതെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ടൈം ഈസ് വെരി ഓവർ. ആ പാഞ്ചാലി ഒന്ന് കാണാൻ പറ്റുമോ? ആ പാഞ്ചാലി ഒന്ന് കാണാൻ പറ്റുമോ? കാണിക്കണം. വേണമെന്നില്ല. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ പോരെ. മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ആദ്യം നിങ്ങളിൽ നിന്നും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കോടീശ്വരൻ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. ആരംഭിക്കാം. കമ്പ്യൂട്ടർ ലോക്കരേഖ. വ്യക്തി വൈരാഗ്യം ആരംഭിക്കുന്നു. ഞാനൊരു മലയാളിയാണ്, സിനിമാ നടനാണ്, തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. കല്ല് വെച്ചറിയുന്ന പുല്ലേ? കല്ലല്ല പ്രഭു, പല്ലാണ്. പല്ല്, വെപ്പ് പല്ല്. സ്വന്തം പല്ല് സൂക്ഷിക്കാൻ പോലും അറിയില്ല ഭീമ. ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ ഡോർ.